Hi all, welcome to CC Plus. ഞാൻ കാർത്തിക. അപ്പൊ നമ്മൾ ഒരുപാട് ദിവസം കാത്തിരുന്ന ഒരു റിസൾട്ട് ആയിരുന്നു അല്ലെ, LSS USSന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോയുടെ ഒക്കെ താഴെ കമന്റിന്റെ ഒരു പെരുമഴ തന്നെയായിരുന്നു. എന്നാ വരുന്നേ, നിങ്ങൾ മെയില് വരും എന്ന് പറഞ്ഞല്ലോ, ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളവും കാര്യമൊക്കെ ആയിരുന്നു. ആൻഡ് ഫൈനലി ഈ പറയുന്ന LSS USSന്റെ റിസൾട്ട് വന്നു. ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അതായത് കട്ട് ഓഫ് എങ്ങനെയായിരിക്കും, ഈ വർഷം മുതൽ പരീക്ഷ കുറച്ച് മാറിയൊക്കെയല്ലേ നടന്നത്, കട്ട് ഓഫ് മാർക്ക് ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിരുന്നാൽ പോലും 48ഉം 70ഉം ഒക്കെയാണ് കട്ട് ഓഫ് വന്ന ഒരുപാട് കുട്ടികൾക്ക്, നമ്മുടെ ഇവിടെ CC പ്ലസിൽ പഠിച്ച ഒരുപാട് കുട്ടികൾക്ക് LSS USS എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റി. ഏറ്റവും വലിയ സന്തോഷം, അതിന്റെ അകത്ത് തന്നെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മാർക്കിന് മുകളിലോട്ട് വരുമ്പോഴാണ് ഈ പറയുന്ന ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. അപ്പൊ ദേ നോക്കിക്കേ, ഇവരെല്ലാവരും നമ്മുടെ കൂടെ LSS USS എക്സാമിന്റെ കോഴ്സിൽ ഉണ്ടായിരുന്ന കുട്ടികളാണ്, ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടികളാണ്. അവരെല്ലാവരും പാസ്സായി. അതിൽ ചിലവർ ഗിഫ്റ്റഡ് ആയിട്ട് തന്നെ പാസ്സാകുകയാണ് ചെയ്തത്. സോ ഒരുപാട് സന്തോഷം. സോ ഈ വർഷത്തെ ഇപ്പം നമുക്ക് അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങിയല്ലേ, അടുത്ത വർഷത്തെ ക്ലാസ്സുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന സ്ക്രീനിൽ കാണുന്ന 9496949929 എന്നുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ തുടക്കത്തിലെ തന്നെ സ്കൂളിലെ ഓരോ ചാപ്റ്റർ പഠിച്ചു പോകുന്നതിനൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന LSS USS അടുത്ത CM കിഡ്സ് സ്കോളർഷിപ്പിന് വേണ്ടി സ്കൂളിൽ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് തയ്യാറെടുത്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ കൂടെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി അതല്ല, നമ്മുടെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ് പോകുന്നത്, ഇപ്പം നമ്മുടെ നവോദയയുടെ അല്ലെങ്കിൽ സൈനിക് സ്കൂളിന്റെ ഒക്കെ എൻക്വയറി വരുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, മാം എങ്ങനെയാണ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് എങ്ങനെയാണ് പോകുന്നത്, നമ്മുടെ ക്വാളിറ്റി, ക്ലാസ്സിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അതിൽ ഏത് കോഴ്സാണ്, അതായത് നവോദയാണോ സൈനികാണോ, അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമ്മുടെ ക്ലാസ്സസ് കാണാൻ പാകത്തിന് കുറെ ഫ്രീ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ മറക്കാതെ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ്, നമ്മൾ അടുത്ത അക്കാഡമിക് ഇയറിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത ബാച്ചിന് വേണ്ടിയിട്ടുള്ള ഫ്രീ സ്റ്റഡി ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ താഴെ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അതുവഴി നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി ഗ്രൂപ്പുകളിലോട്ടും ജോയിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന CM കിഡ്സ് സ്കോളർഷിപ്പ് അല്ലെ, LSS USS എക്സാമിന് വേണ്ടി അടുത്ത LSS USS എക്സാം അല്ലെ, അടുത്ത അക്കാഡമിക് ഇയറിൽ നടക്കാൻ പോകുന്ന CM കിഡ്സ് സ്കോളർഷിപ്പിലെ ടോപ്പർ ആകാൻ വേണ്ടി ഇപ്പോഴേ നമുക്ക് തുടങ്ങാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, LSS USS എക്സാം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷമാണ് അത് പേരൊക്കെ ഇത്തിരി മാറ്റി CM കിഡ്സ് സ്കോളർഷിപ്പ് എന്നുള്ള രീതിയിലേക്കൊക്കെ ആക്കിയത്. LP വിഭാഗത്തിനും UP വിഭാഗത്തിനും വേണ്ടിയായിരിക്കും ഇത് നടക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള പരീക്ഷകളെക്കാളും ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പേരൻസ് ആർ ടു കൺസേൺഡ് അബൌട്ട് ദിസ്. ഇത് ഈ പറയുന്ന എക്സാമിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും പേരൻസിന് നല്ല കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ, അതായത് ഗവൺമെന്റ് എയ്ഡഡ് അംഗീകാരമുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കായിരിക്കും ഈ പറയുന്ന എക്സാം, സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, സെക്കൻഡ് ടേം എക്സാമിനേഷൻ ആവുമ്പോഴേക്കും എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ പരീക്ഷ എഴുതാനായിട്ടുള്ള യോഗ്യത. ഇനി മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിന് വല്ലതും A പോയി എന്നുള്ളത് കൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. B ഗ്രേഡ് ആയി പോയി എന്നുണ്ടെങ്കിൽ ടെൻഷൻ വേണ്ട. പകരം ഏതെങ്കിലും ഫെയറുകളിൽ, സയൻസ് ഫെയറിലോ അല്ലെങ്കിൽ അതുപോലെ ശാസ്ത്രോത്സവത്തിലോ ഗണിത മാത്സ് ഫെയർ, സയൻസ് ഫെയർ, സോഷ്യൽ സയൻസ് ഫെയർ, അതിലൊക്കെ ഏതിലെങ്കിലും നിങ്ങൾക്ക് പ്രൈസ് ഉണ്ട്, A ഗ്രേഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന 4ാം ക്ലാസ്സിലെ കൂട്ടുകാരാണ് LSS എക്സാമിനേഷൻ എഴുതുന്നത്, 7ലെ കൂട്ടുകാരായിരിക്കും USS എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ 4ാം ക്ലാസ്സിൽ ഇപ്പൊ LSS ആണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ 4ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ തുടക്കത്തിലെ ഈ എക്സാമിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്ത് പോകുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ജസ്റ്റ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഓരോ ചാപ്റ്റർ പഠിപ്പിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ ആ ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു LSS എക്സാമിന് വേണ്ടി വരാൻ സാധ്യതയുള്ള ഭാഗം ഏതാണെന്ന് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ആ പറയുന്ന, അപ്പൊ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ്, അതിന് മുന്നത്തെ വർഷം ഫെബ്രുവരിയിൽ തന്നെയാണ് പരീക്ഷ നടന്നത്. അപ്പൊ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഈ പരീക്ഷയ്ക്ക് അവസാന നിമിഷത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, തല്ലി പഠിച്ച് പഠിക്കേണ്ടി വരില്ല. കാരണം അന്നേരത്തേക്കും ആ ഒരു ഫെബ്രുവരി സമയം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം കുറെ പോർഷൻസ് ഒക്കെ ആയിട്ട് ഫൈനൽ സമയത്തേക്ക് ആയല്ലേ. അപ്പൊ അന്നേരം ഈ ആദ്യം പഠിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല. സോ ആദ്യം പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോഴേ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ തുടക്കക്കാർക്ക് വേണ്ടി ഈ പരീക്ഷയുടെ ഘടന എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. LSS നിങ്ങൾക്കറിയാം 2 പേപ്പർ ആയിട്ടാണ് നടക്കുന്നത്. പേപ്പർ 1 രാവിലെയും പേപ്പർ 2 എന്ന് പറയുന്നത് ഉച്ചതിരിഞ്ഞും ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ഈ പേപ്പർ 1 LSS പരീക്ഷയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം വിഷയങ്ങൾ എത്ര മാർക്കിനുണ്ടെന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒന്നാം ഭാഷ നമ്മുടെ മിക്ക കുട്ടികളും മലയാളം ആയിരിക്കും അത് സെലക്ട് ചെയ്യുന്നത്. 10 ചോദ്യം 10 മാർക്ക്, ഓരോ മാർക്ക് വെച്ചിട്ടായിരിക്കും. പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് 10 ചോദ്യം, ഗണിതത്തിൽ നിന്ന് 10 ചോദ്യം, പരിസര പഠനത്തിൽ നിന്ന് 10 ചോദ്യം, അവസാനം പൊതുവിജ്ഞാനത്തിൽ നിന്ന് 10 ചോദ്യം. അങ്ങനെ മുഴുവനും 50 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്കുള്ളത്. ശ്രദ്ധിക്കുക, ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു മോഡൽ എങ്ങനത്തെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് ഞാൻ ഇതിന്റെ ലാസ്റ്റ് കാണിച്ചു തരാം. 1 മാർക്കിന്റെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. കഴിഞ്ഞ മുന്നത്തെ വർഷമൊന്നും അങ്ങനെ ആയിരുന്നില്ല, അത് കഴിഞ്ഞ വർഷം തൊട്ട് വന്ന മാറ്റമാണ്. അപ്പൊ നിങ്ങൾ ഈ ഓരോ ചാപ്റ്റർ ഇപ്പോൾ പയ്യെ ഈ ജൂൺ മാസം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അതിനോടൊപ്പം ഈ LSS പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്നും കൂടെ മനസ്സിൽ വച്ചാൽ ഗുണം എന്ന് പറയുന്നത് 2 സ്കൂളിലേക്കുള്ള പഠനവും നടക്കും. LSS പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന അല്ല USS പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്ത് പോകാനും പറ്റും. ഇനി നോക്കിക്കേ, ഈ LSS പരീക്ഷയുടെ തന്നെ പേപ്പർ 2 ആണ്. ഓക്കെ, പേപ്പർ 2ന്റെ പ്രത്യേകത, പേപ്പർ 1 എന്ന് പറയുന്നത് 1 മാർക്കിന്റെ, ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ഒരു ചോദ്യം 4 ഓപ്ഷൻ ഒരെണ്ണം ടിക്ക് ചെയ്യാൻ പാകത്തിനാണ് പേപ്പർ 1. പക്ഷെ പേപ്പർ 2 അങ്ങനെയല്ല, ഇറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ് കൈൻഡ് ഓഫ് പേപ്പർ. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പേപ്പർ ആണ്. അവിടെയും നിങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ്, അതായത് ഒന്നാം ഭാഷ നിങ്ങൾക്ക് മലയാളം ആയിരിക്കും നമ്മുടെ കുട്ടികൾ മിക്കവരും സെലക്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഗണിതം, പരിസര പഠനം. അതിൽ ഈ ഒന്നാം ഭാഷയിൽ നിന്ന് 2 ചോദ്യങ്ങളായിരിക്കും കാണുക. 5 മാർക്ക് വെച്ച് 10 മാർക്ക് അവിടെ നിന്ന് കിട്ടും. ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾക്ക് 1 ചോദ്യമേ ഉണ്ടാവുകയുള്ളൂ. ഗണിതത്തിൽ നിന്ന് 2 ചോദ്യം ഉണ്ടാവും, 5 മാർക്ക് വെച്ച് 2 ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ 10 മാർക്കായി. ദെൻ ഫൈനലി പരിസര പഠനത്തിൽ നിന്ന് 1 ചോദ്യം. അപ്പൊ ശ്രദ്ധിച്ചേ, മാത്സിൽ നിന്നും ഈ മലയാളത്തിൽ നിന്നുമാണ് 2 ചോദ്യം നിങ്ങൾക്ക്, ബാക്കിയെല്ലാം 1 ചോദ്യം വെച്ചിട്ടുള്ളൂ. ഇത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് എന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഡയറി പോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഒരുപാട് എഴുതാനുള്ളതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2 ആണ് ഈ പറയുന്ന LSSനെ സംബന്ധിച്ചിട്ട്, ഓക്കെ, LSSനെ സംബന്ധിച്ചിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ USSലോട്ട് വരുമ്പോൾ USSന്റെ പേപ്പർ 1, USSന്റെ പ്രത്യേകത LSS പോലെയല്ല. USS പേപ്പർ 1 ആണെങ്കിലും USS പേപ്പർ 2 ആണെങ്കിലും രണ്ടും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അതായത് നിങ്ങൾ ഈ പറയുന്ന ബബിൾ ചെയ്യുന്ന മോഡലിലുള്ള, ഓക്കെ, അതായത് ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ, അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്യുന്ന രീതിയിൽ, ബബിൾ ചെയ്യുന്ന രീതിയിലായിരിക്കും പേപ്പർ 1ഉം പേപ്പർ 2ഉം. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു പേപ്പർ ഇവിടെ ഇല്ല. സോ അപ്പൊ പേപ്പർ 1ന്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 3 പാർട്ടാണ്, ABC 3 പാർട്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് പാർട്ട് A എന്ന് പറയുന്നത് നിങ്ങളുടെ ഒന്നാം ഭാഷ മലയാളമാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പാർട്ട് ബിക്കകത്ത് ഒന്നാം ഭാഷ, അത് AT BT എന്ന് പറഞ്ഞ് 2 മലയാളമാണ് നമ്മുടെ മിക്ക കുട്ടികളും ഓപ്റ്റ് ചെയ്യാറ്. ചിലവർ സംസ്കൃതം ഓപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതനുസരിച്ച് 15 ചോദ്യം ആയിരിക്കും ഉണ്ടാവുക. അതിന് 15 മാർക്ക് വെച്ച്, ഓരോ മാർക്ക് വെച്ച് അവിടെ നിന്ന് തന്നെ 30 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. പാർട്ട് സിന്റെ അകത്താണ് എന്ത് വരുന്നത്, ഗണിതവും മാത്സും റീസണിങ്ങും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 20 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക, 20 മാർക്ക് വെച്ച്. അങ്ങനെ മൊത്തം 50 മാർക്കിനായിരിക്കും USSന്റെ പേപ്പർ 1. ശ്രദ്ധിക്കുക, അപ്പം പേപ്പർ 1 USSന്റെ അകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജ് മലയാളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സംസ്കൃതമാണ് ചിലവർ ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ബാച്ചിൽ കഴിഞ്ഞ സംസ്കൃതം ഓപ്റ്റ് ചെയ്ത കുട്ടികൾ ഉണ്ടായിരുന്നു. എനിവേ, പിന്നെ മൂന്നാമത്തെ പാർട്ട് സി എന്ന് പറയുന്നത് മാത്സ് ആൻഡ് റീസണിങ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത്രേ ഉള്ളൂ USS പേപ്പർ 1. ആൻഡ് കമ്മിങ് ടു USS പേപ്പർ 2. പേപ്പർ 2നെ കുറിച്ച് പറയുമ്പോൾ അതും 3 പാർട്ടായിട്ടാണ്. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, അടിസ്ഥാന ശാസ്ത്രം, അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രം, ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 15 മാർക്ക്. ഈ സോഷ്യൽ സയൻസിൽ നിന്ന് മാത്രം 20 മാർക്കിന്റെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 6 എണ്ണം കറണ്ട് അഫയേഴ്സ് ആയിരിക്കും കേട്ടോ, സമകാലീനമായിട്ട് നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇതാണ് ശരിക്കും
LSS അല്ലെങ്കിൽ USS പരീക്ഷയുടെ ഒരു ഘടന. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലായി LSSൽ നിന്ന് എന്തെല്ലാം അല്ലെങ്കിൽ LSS പരീക്ഷ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്, എത്ര മാർക്കിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി കാര്യങ്ങൾ പിടികിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം LSSന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പരിസര പഠനത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അത് താഴെ പറയുന്നവരിൽ വായു മലിനീകരണം കുറയ്ക്കുന്നതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, LSS പരീക്ഷയുടെ പേപ്പർ 1 നിങ്ങൾക്ക് ഇതുപോലെ ഇത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ തന്നെ എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ മോഡൽ ക്വസ്റ്റ്യൻ തന്നതാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനെ തന്നെ എടുത്തിട്ടിരിക്കുന്നതാണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസറിൽ ഈ ഓപ്ഷനിൽ നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനിൽ ടിക്ക് ചെയ്താൽ മതി. ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോകുന്നത്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷനും ഉണ്ടാവും. ആ 4 ഓപ്ഷന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസറിൽ നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതൊരു പരിസര പഠനത്തിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യന്റെ മോഡലാണ് ഞാൻ കാണിക്കുന്നത്. എങ്ങനത്തെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്? സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ. കാരണം പഠിച്ചു തുടങ്ങുമ്പോഴേ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് മനസ്സിലായാലാണ് നിങ്ങൾക്ക് ഇത്തിരി കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. അപ്പം ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് അങ്ങനത്തെ വീഡിയോസും ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഞാൻ പറഞ്ഞത് പേപ്പർ 2ന് അവർ മോഡലായിട്ട് കൊടുത്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് വേറെ ഒന്നുമില്ല, മലയാളത്തിന് ഡയറക്റ്റ് ആയിട്ട് ഒരു സന്ദർഭം തന്നിട്ട് അതിലൊരു ഡയറി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ ഒരു സ്പേസ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ സ്പേസിനുള്ളിലായിരിക്കും നിങ്ങൾ ഡയറി എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കും LSS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പോകുന്നത്. ഇനി USSന്റെ ആണെങ്കിൽ ഒരു ചോദ്യം 4 ഓപ്ഷൻ, ആ രീതിയിലായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻസ് അല്ലേ, ഇപ്പൊ ആദ്യം നമ്മൾ ആ പരിസര പഠനത്തിൽ നിന്ന് കണ്ട ചോദ്യം എന്ന് പറയുന്നത് ലൈക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ, ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? സ്റ്റേറ്റ്മെന്റ് വൈസ് ഉണ്ടാവാം, മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവാം. അപ്പൊ അതെങ്ങനെയാണ് ഓപ്ഷൻസിൽ എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ തുടങ്ങുമ്പോഴേ തന്നെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ തുടങ്ങുന്ന ഈ പറയുന്ന അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഫെബ്രുവരി വരാൻ പോകുന്ന ഒരു പരീക്ഷയാണ്, 1 കൊല്ലം മിച്ചം ഉണ്ടല്ലോ എന്നൊന്നും ഓർക്കരുത്. ഈ പറയുന്ന രീതിയിൽ ഇപ്പോഴേ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഈ പറയുന്ന സ്കോളർഷിപ്പ് എക്സാമും കൂടെ എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ളതാണ് എന്ന രീതിക്ക് പഠിച്ചു പോവുക. അപ്പൊ നമുക്കൊരു അടുത്ത വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ പറയുന്നു, സ്ക്രീനിൽ കാണുന്ന 9496949929 എന്നുള്ള നമ്പറിലോട്ടൊന്ന് വിളിച്ചാൽ മതി. വിളിച്ചാൽ നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങളും ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രം CC Press.